എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നൊരു അക്ഷരമുറ്റം ക്വിസാണ് നടത്താൻ പോകുന്നത്. അക്ഷരമുറ്റം എന്ന പേരേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ക്വിസുകൾക്കും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോഷ്യൽ സയൻസ് ക്വിസ്, ജനയുഗ അറിവുത്സവം, CH പ്രതിഭ ക്വിസ്, ഇതിനെല്ലാത്തിനും ഈ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം വളരെ തുടക്കമൊക്കെ ആയതുകൊണ്ട് വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ആലോചിച്ച് വേണമെങ്കിൽ ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യം, മലയാളത്തിലുണ്ടായ ആദ്യത്തെ ആത്മകഥ ആരുടേതാണ്? മലയാളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? ആരാണ് എഴുതിയത്? ശരിയായ ഉത്തരവാണ്. ഓർത്തു വെക്കുക, വൈക്കത്ത് പാച്ചുമൂത്തത് അദ്ദേഹത്തിൻ്റെതാണ് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആത്മകഥ. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ കഥ നിങ്ങൾക്കറിയാം. ഏതാ? ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതിയാണ്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ നോവൽ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ആദ്യത്തെ നോവൽ കുന്തലതയാണ്. എഴുതിയതാരാ? അപ്പു നെടുമങ്ങാടിയല്ല, അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. ദെൻ ഇന്ദുലേഖ എന്താ? മലയാളത്തിൽ നിന്നുള്ള ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ. ലക്ഷണമൊത്ത നോവൽ, നോവലിൻ്റെതായ ചട്ടവട്ടങ്ങളൊക്കെയുള്ള നോവൽ എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ദുലേഖ. മറിച്ച് കുന്തലത നോവൽ എന്ന പേരിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, അൽ ഹിലാൽ വളരെ പ്രശസ്തമായ ഒരു മാഗസിനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു മാഗസിനാണ്. ആരാണ് അൽ ഹിലാൽ എന്ന മാസിക തുടങ്ങിയത്, എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത്? ഉറക്കെ പറഞ്ഞു. മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്നറിയോ? മക്കയിൽ ജനിച്ചാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നറിയോ? ആരാ? മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് അധ്യക്ഷനായിരുന്നയാൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തൊക്കെ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഏറ്റവും കൂടുതൽ കാലം 6-7 കൊല്ലം തുടർച്ചയായിട്ട് അദ്ദേഹം അധ്യക്ഷനായിരുന്നു. അദ്ദേഹമാണോ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലല്ലേ? ഉറപ്പാണോ? മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് റെഡിയല്ലേ? നെല്ലിക്ക, താന്നിക്ക, കടുക്ക കേട്ടിട്ടുണ്ടല്ലോ. തൃക്കടു എന്നാ വിളിക്കുന്നത്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ഇത് കൂട്ടുകാരെ തെറ്റിപ്പോയതാണ്. ത്രിഫലമാണ് നെല്ലിക്കയും താന്നിക്കയും കടുക്കയും. തൃക്കടു, തിപ്പലി, കുരുമുളക്, ചുക്ക്, ഇത് മൂന്നുമാണ് തൃക്കടു. അതൊന്ന് ഓർത്തു വെക്കണേ. ചോദ്യം പക്ഷേ എന്താണ് ത്രിദോഷങ്ങൾ? വാദം, പിത്തം, കഫം. യെസ്, 10 ഓർത്ത് വെച്ചേക്കണം. വാദം, പിത്തം, കഫം, ഇതാണ് ത്രിദോഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അല്ലല്ല, വേറെന്തോ ആണ്. അബദ്ധങ്ങളൊന്നും ചോദിച്ചേക്കരുത്. കഫം അറിയാലോ. വാദം, പിത്തം, കഫം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. നമുക്ക് ഏത് വർഷമാണ് നോബൽ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങിയെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓർക്കുന്നുണ്ടോ? 1901 1901 തന്നെ നോബൽ സമ്മാനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ നോബൽ സമ്മാനങ്ങൾ കിട്ടിയ പ്രശസ്തരായ പലരുമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തിക്ക് ആദ്യം കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടി, പിന്നീട് അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടി. ഇപ്പം 2 നോബൽ പ്രൈസ് കിട്ടി. 2 നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളതല്ല പ്രത്യേകത. ഒന്ന് കിട്ടിയത് കെമിസ്ട്രിക്ക്, അടുത്ത് കിട്ടിയത് സമാധാനത്തിന്. ആരാണെന്ന് പറയാം? ലെനസ് പോളിംഗ് അല്ല, പോളിംഗ് തന്നെയാണ്. ലീനസ് പോളിംഗ് എന്നാണ് പേരെന്താ? ലീനസ് പോളിംഗ്. ആ പേര് ഓർത്ത് വെക്കേണ്ടതാണ്, ലീനസ് പോളിംഗ്. ഓക്കെ, അടുത്തത് പാത്തു ചാടിക്കരി പറഞ്ഞു. ആഷസ് കപ്പ് ക്രിക്കറ്റിലെ ഒരു പ്രശസ്തമായ ടൂർണമെന്റ് ആണ്. ആ ട്രോഫിയുടെ പടം കണ്ടാലൊക്കെ രസമാണ്. വളരെ കുഞ്ഞു ട്രോഫിയാണ്, വളരെ ചെറുതാണ്. പുതിയ ഇതെന്ത്? വെയിൽസ് സ്റ്റംപ് കത്തിച്ചതിന്റെ ചാരമാണോ? വെയിൽസ് കത്തിച്ചതിന്റെയോ? അങ്ങനെയുണ്ടാകുന്നത് അല്ലേ? ഓക്കെ, എന്തായാലും അതെ. അപ്പൊ ആഷസ് ട്രോഫി ഏതൊക്കെ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ടെസ്റ്റ് മത്സരങ്ങളിലെ വിജയികൾക്ക് കൊടുക്കുന്നതാണ്. ക്രിക്കറ്റിലെ ഏറ്റവും പരമ്പരാഗതമായ 2 ശക്തികൾ. ആരൊക്കെയാ? ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു. ആരൊക്കെയാ? ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ആണ് കേട്ടോ. ആരൊക്കെയാണ്? ഓസ്ട്രേലിയ, അതുപോലെ ഇംഗ്ലണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഇത്തവണ വേണ്ടത് വീണ്ടും ഒരു ആത്മകഥയുടെ പേരാണ്. ഗ്രാമി അവാർഡ് സംഗീത ലോകത്തെ ഏറ്റവും വലിയ അവാർഡാണെന്ന് അറിയാലോ.
ഗ്രാമി അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? അല്ല, ആരാ? പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറാണ്. സിത്താർ മാന്ത്രികനായ പണ്ഡിറ്റ് രവിശങ്കർ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താന്ന് പറയാം? പണ്ഡിറ്റ് രവിശങ്കറിന്റെ ആത്മകഥയുടെ പേര് രാഗമാല. പാത്തു വിഷമിക്കണോട്ടെ, ഇത് നിഷാൻ ഇതൊക്കെ ഉൾപ്പെടെയുള്ള കുറേ ക്വസ്റ്റ്യങ്ങൾ ഇന്നലെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് അവൻ ചാടി ചാടി ഉത്തരം പറയുന്നത്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ രാഗമാലയാണ് ആത്മകഥ എന്ന് ഓർത്തു വെക്കുക. പണ്ഡിറ്റ് രവിശങ്കറിന്റെ മകൾക്കും ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവരുടെ പേരെന്തെന്നറിയോ? ഗ്രാമി അവാർഡ് കിട്ടിയ പണ്ഡിറ്റ് രവിശങ്കറിന്റെ മകളുടെ പേര് നോറ ജോൺസ്. പണ്ഡിറ്റ് എന്നൊരു പേരേ ഇതിനകത്തില്ല. നോറ ജോൺസ്. അപ്പോൾ അടുത്ത ചോദ്യം വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് കിഴവനും കടലും. ആരാ നിഷാൻ അത് എഴുതിയേ? ഏണസ്റ്റ് ഹെമിംഗ്വേ. പാത്തുവും എൽ പിക്കാരും ആ പേര് ഓർത്തിരിക്കുന്നത് തെറ്റില്ല. എൽ പിക്കാർ ഓർത്തിരിക്കേണ്ട ലോകപ്രശസ്തമായ ചില പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് കിഴവനും കടലും, ദ ഓൾഡ് മാൻ ആൻഡ് സീ. എഴുതിയ ആളുടെ പേരാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അതിനകത്തെ നായകൻ ഒരു മുക്കുവനാണ്. പുറംകടലിൽ ഒറ്റയ്ക്ക് പോയി ഒരു മീനിനെ പിടിക്കാൻ പോകുന്നതും ഒരു മത്സ്യവുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതൊക്കെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളൊരു ചെറിയ പുസ്തകമാണ്. അതിലെ നായകൻ്റെ പേര് പറയാം. നായകനായ കിഴവൻ്റെ പേര്. ഒരു ക്ലൂ ഉള്ളത് ആൽക്കമിസ്റ്റിലെ ആട്ടിടയൻ്റെ പേരും അത് തന്നെയാണ്. ആൽക്കമിസ്റ്റിലെ സാന്റിയാഗോ. ഓർത്ത് വെക്കുക, കിഴവനും കടലും എന്നതിനകത്ത് സാന്റിയാഗോ എന്നാണ് പേര്. ഓക്കെ, സാന്റിയാഗോ അതാരാ? ഇല്ല, റിയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിന്റെ പേരാണോ? സാന്റിയാഗോ ബെർണബോ. റൈറ്റ്. അടുത്ത ചോദ്യം, അലാവുദ്ദീനും അത്ഭുത വിളക്കും ആലിബാബയും 40 കള്ളന്മാര് 41 കള്ളന്മാരാണോ? ആലിബാബയും കള്ളന്മാരും ആലിബാബയും കള്ളന്മാരും ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഏത് വിശ്വപ്രസിദ്ധമായ കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? 1001 അറേബ്യൻ രാവുകൾ. 1001 അറേബ്യൻ രാവുകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. ആ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഷഹറസാദും അല്ലേ, രാജാവ് ഷഹരിയാർ രാജാവ് ഓരോ ദിവസം. ഓക്കെ, ഇനി ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് ലോട്ടസ് ടെമ്പിൾ. നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടോ? ലോട്ടസ് ടെമ്പിൾ ഏത് മതക്കാരുടെ ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബാഹായി മതക്കാർ. ഇന്നലെ പഠിച്ചതാ, എന്നിട്ടും മറന്നു പോകുന്നുണ്ടല്ലോ. ഏതാണ്? ബാഹായി മതക്കാരുടെ ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്ന ആരെയാ? ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നത് ആരെ? സർദാർ വല്ലഭായ് പട്ടേലിനെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാ പാത്തു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1550 ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം ഏകോപിപ്പിച്ച് ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അതിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയപ്പോൾ അതിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. VP മേനോന് ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് VP മേനോൻ. ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു VP മേനോൻ? ഒഡീഷ. ശരിയായ ഉത്തരവാണ്. ഇനി മറ്റൊരു മലയാളിയുണ്ട്. ഒരുപാട് മലയാളികൾ പലയിടത്തും ഗവർണറായിട്ടുണ്ട്. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണറായ ആദ്യത്തെ വ്യക്തിയും ഒരു മലയാളിയാണ്. പട്ടം താണുപിള്ള. പഞ്ചാബിന്റെ ഗവർണറായിരുന്നു പട്ടം താണുപിള്ള എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. പീറ്റർ ബ്രൂക്ക് ഒരു ഇംഗ്ലീഷ് പേരാണ്. പീറ്റർ ബ്രൂക്ക് ഒരു ഇംഗ്ലീഷ് സംവിധായകനാണ്. ഇദ്ദേഹം വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ഇന്ത്യൻ സൃഷ്ടിയെ ഒരു നാടകമാക്കി മാറ്റിയിട്ടുണ്ട്. പീറ്റർ ബ്രൂക്ക് ഏതിനെയാണെന്ന് പറയാം? മഹാഭാരതത്തെ വിദേശത്ത് നിന്നുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു നാടകമാക്കിയ വ്യക്തിയാണ്. എല്ലാ നടന്മാരും വിദേശികളായിരുന്നു. അതാണ് പീറ്റർ ബ്രൂക്കിന്റെ നാടകം. അത് ഓർത്തു വെക്കണം. മഹാഭാരതം സീരിയൽ വളരെ ഹിറ്റായിരുന്നു. ആരാണെന്നറിയോ മഹാഭാരതം സീരിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള്? രാമാനന്ദ് സാഗർ. ആരെ? രാമാനന്ദ് സാഗർ. ഇത്ര വേദങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വേദങ്ങളുടെ എണ്ണം എത്രയാ? 4 വേദങ്ങൾ. ഏതൊക്കെയാ 4എന്നറിയോ? ഋഗ്വേദം, പൊതുവെ രണ്ടാമത് യജുർവേദം പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം 4 ഇനി ഒരു കൃതിയെ 5-ാം വേദം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. 5-ാം വേദം എന്ന് വിശേഷണമുള്ളത് ആണോ? ഏതാ?
മഹാഭാരതമാണ് 5ാം വേദം എന്ന് അറിയപ്പെടുന്നത്. മഹാഭാരതം എഴുതിയതാരാ? ആ, വേദവ്യാസനാണ് മഹാഭാരതത്തിന്റെ സൃഷ്ടാവ്. ആ വേദവ്യാസന്റെ മഹാഭാരതത്തെ മലയാളത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ട്. ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഏറ്റവും വലുതാണ് മഹാഭാരതം ആണല്ലോ. ജയസംഹിത എന്നായിരുന്നു ആദ്യത്തെ പേര്. എന്തുവാ? പിന്നീട് അതിനകത്ത് ഒരുപാട് ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്തു, അപ്പൊ പേര് മാറി. അന്നേരം എന്താ പേര് ഒന്നറിയോ? ശതസഹസ്ര സംഹിത. മഹാഭാരതമായിരുന്നു ആദ്യം ജയസംഹിത, പിന്നീട് ശതസഹസ്ര സംഹിത. ആ മഹാഭാരതം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തയാള് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് ഒരു വിശേഷണമുണ്ട്. വ്യാസൻ, കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളുള്ളൂ. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇത് ഒരു കോമൺ ആയി വരുന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങളുടെ പ്രത്യേകത, വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. എവിടെ? CH പ്രതിഭ ക്വിസിൽ ചോദിക്കാം, അക്ഷരമുറ്റത്തിൽ വരാം, ജനയുഗം അറിവുത്സവത്തിൻ്റെ സബ് ജില്ലാതലം വരുന്നു, നിങ്ങളുടെ സോഷ്യൽ സയൻസ് ക്വിസിൽ വരാം. അപ്പോൾ ഏതിൽ വേണമെങ്കിലും വരാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി മിഠായി പൊതി വരുന്നതായിരിക്കും. അതുവരെ ബൈ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതണം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതുവരെ ബൈ.